നമസ്കാരം. ഖത്തറിലെ മർക്കിയയിൽ സ്ഥിതി ചെയ്യുന്ന മറാഹിം മന്തിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. വീഡിയോ പൂർണ്ണമായി കാണുക. വീഡിയോയുടെ എൻഡിൽ ഒരു ഗീവ് അവേ കോൺടെസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ട്രഡീഷണൽ ഡിസൈൻ ആണ് ഇന്റീരിയർ. ഒരു കിടിലൻ ഇൻസ്റ്റാ ഫ്രണ്ട്ലി ഡിസൈൻ. നിലത്തിരുന്ന് കഴിക്കാവുന്ന തരത്തിലുള്ള മജ്ലിസ് കോൺസെപ്റ്റ് ആണ് സീറ്റിംഗ്. പിന്നെ ടേബിളിൽ ഇരുന്ന് കഴിക്കാനും സൗകര്യമുണ്ട്. പിന്നെ മിക്ക മന്തി റെസ്റ്റോറൻറ്റ്സിലും കാണുന്നത് പോലെ ഇവിടെയും പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടേബിൾ കസ്റ്റമേഴ്സിനും പ്രൈവറ്റ് ക്യാബിൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെനു. ചെറിയൊരു മെനു ആണ്. ആകെ 4 പേജേ ഉള്ളൂ. പിന്നെ ഇവിടെ ചിക്കൻ ആണ് ഇവിടെ ഫസ്റ്റ് കാണുന്നത്. ഈ മദ്ബി ചിക്കനും അതേപോലെ തന്നെ മദ്ഫൂൺ ചിക്കനും ഒരു യൂണീക്ക് കോൺസെപ്റ്റ് ആണ്. ഖത്തറിൽ അധികം ഇവിടെയും കിട്ടാത്ത, വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ഇവിടെ. മറ്റേതെങ്കിലും മന്തി റെസ്റ്റോറൻറ്റ് ഇത് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉള്ളത് ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആണ്. ഇതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്, ഹനീഫ് മീറ്റ് റിബ്സ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത സിഗ്നേച്ചറാണ്. അതേപോലെ തന്നെ മദ്ഫൂൺ മീറ്റ്, ഇതും ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ്. യുണീക്കാണ് ഇത്. അങ്ങനെ എവിടെയും ഖത്തറിൽ അധികം എവിടെയും കിട്ടാത്ത സാധനം. പിന്നെയുള്ള ഫിഷ് ഐറ്റം. ഫിഷിൽ ഹമോർ ഗ്രിൽഡ് ഉണ്ട്, അത് വിത്ത് റൈസ് വരുന്നുണ്ട്. പിന്നെ ഗ്രിൽഡ് ഫിഷ്, പിന്നെ കിങ് ഫിഷ്, അതേപോലെ പ്രോൺസ് ബിരിയാണി ഉണ്ട്. അതേപോലെ കബാബ്, ബാർബിക്യൂ. പക്ഷെ ഇതും ഈ അതേപോലെ ഇവിടുത്തെ മദ്ബി വിത്ത് ബ്രെഡ്. സാധാരണ നമ്മൾ കടലിൽ കിട്ടുന്ന മന്തി റൈസിന് കൂടെ വരുന്ന ബാർബിക്യൂ ചിക്കൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഉപയോഗിച്ചേക്കുന്ന സ്പൈസ്, ഇത് മാരിനേറ്റ് ചെയ്യുന്ന രീതി, ഇത് കുക്ക് ചെയ്യുന്ന രീതി എല്ലാം ഡിഫറെൻ്റ് ആണ്. കുറച്ചധികം ടൈം എടുത്തിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ. ഫത്തൂഷ്, അതേപോലെ തന്നെ അർഗുല സലാഡ്. ഇത് രണ്ടും ഇവരുടെ സിഗ്നേച്ചർ പ്രൊഡക്റ്റ്, യുണീക്ക് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് രണ്ടെണ്ണം. പിന്നെ ലാസ്റ്റ് ഉള്ളത് നമ്മുടെ ഫുൾ ആട്. ഇതാ നമ്മളുടെ മന്തി റൈസ് റെഡിയാണ്. ഇനി അത് സെർവ് ചെയ്യാണ്. മറ്റേ ഉള്ളിയും അതേപോലെ തന്നെ നമ്മുടെ മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അത് ഗാർണിഷ് ചെയ്യാണിത്. മട്ടൺ സൂപ്പാണ്. ഈ മട്ടൺ സൂപ്പിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ആർക്കും കുടിക്കാൻ പറ്റുന്ന സൂപ്പാണ്. മട്ടൺ ഇഷ്ടമില്ലാത്ത ആൾക്കും ഈ ഒരു സൂപ്പ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഈ സൂപ്പിനാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ ഒന്നും പറയാനില്ല. തിക്ക് ഫ്ലേവറാണ്. പിന്നെ ആടിൻ്റെ ആ ഒരു ഫാറ്റ് ഉണ്ടല്ലോ, അതും ശരിക്കും അതിൻ്റെ ഒരു കിക്കും കൂടി കിട്ടുന്നുണ്ട്. പൊളിയാണ്. ലേശം സാൾട്ടിനെസ് ഉണ്ട്. റിബ്സാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ റിബ്സ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. ക്ലീൻ ആയിട്ട് വരും. കംപ്ലീറ്റ് ക്ലീൻ ആയി കിട്ടി.
അതിൻ്റെ സ്പൈസിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഒരു യുണീക്കായ ഫ്ലേവറാണിത്. നമ്മൾ പൊതുവെ നമ്മൾ കഴിക്കുന്ന ഒരു മന്തിൻ്റെ അതെന്താ മട്ടൺ മന്തിയുടെ ഒരു ഫ്ലേവർ അല്ല ഇതിൽ. ക്രഞ്ചി ഫീലിങ്ങും അതിൻ്റെ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഭാഗത്തിൽ. മന്തിയുടെ കോൺസെപ്റ്റ് ആക്ച്വലി വരുന്നത് യമനാണ്. ശരിക്കുള്ള മന്തി തുടങ്ങിയതും അവരാണ്. സോ ബാക്കിയെല്ലാം പിന്നീട് വന്ന ഒരു ജനറേഷൻസ് വന്ന ഒരു മോഡിഫൈഡ് വേർഷൻസ്. ഇപ്പോൾ സൗദി ആയിക്കോട്ടെ, അഫ്ഗാൻ ആയിക്കോട്ടെ, വേറെ എവിടെ ആയിക്കോട്ടെ, എല്ലാം അതിൻ്റെ വേറെ തന്നെ ഒരു വേർഷൻസാണ് വരുന്നത്. പ്യുവർ ഓതൻറ്റിക് യമനി മന്തിയാണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഇവിടെ മറാഹിബ് മന്തി എന്ന റെസ്റ്റോറൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ റൈസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഭയങ്കര ജ്യൂസി ടൈപ്പ് മന്തി അല്ല ഇവിടെ കിട്ടുന്നത്. പകരം കുറച്ച് ഡ്രൈ ആണ്. മാത്രമല്ല ഇവിടെ ഉപയോഗിക്കുന്ന സ്പൈസസും എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് യുണീക്ക് സ്പൈസാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് അറിയുന്നത് ഈ ഒരു മട്ടനും പിന്നെ മന്തിയും മിക്സായി കഴിക്കുമ്പോഴാണ്. ഒന്നും പറയാൻ്റെ പൊളി സാധനം. വീണ്ടും ആ ഒരു ടേസ്റ്റിൽ ഒരു മാറ്റം കഴിച്ചുകൊടുക്കാൻ തോന്നും. വീണ്ടും വീണ്ടും കഴിച്ചുകൊടുക്കാൻ തോന്നും. ഇതാണ് നമ്മളുടെ മദ്ഫൂൽ ചിക്കൻ. ഇത് മസാല പ്രിപ്പയർ ചെയ്തിട്ട് അത് ചിക്കനിലോട്ടേക്ക് ആഡ് ചെയ്യണം. ശേഷം മൊത്തത്തിൽ ഗ്രിൽ ചെയ്ത് മാരിനേറ്റ് ചെയ്തിട്ട് നല്ല ജ്യൂസ് ചെയ്യേണ്ട ഈസി ആയിട്ടാണ് വരുന്നത്. ഇടിക്കുമ്പോൾ തന്നെ എന്താ ഇളക്കി വരുന്നുണ്ട്. അതാ വളരെ ഈസി ആയിട്ടാണ്. നമുക്ക് ഈസി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അത് ഈസി ആയിട്ട് സിമ്പിളായിട്ട് അങ്ങനെ പോരാണ്ട്. പൊളി സാധനം, ഒന്നും പറയാനില്ല. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു എല്ലാം കഷ്ണമൊക്കെ ഉണ്ടാവും. എളുപ്പത്തിന് അത്ര ഈസി ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ശരിക്കും മോളോട് പൊതിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും അടർന്നു വരികയാണിത്. ഉണ്ടല്ല, ഇത് ഈസി ആയിട്ട് ഏത് കുട്ടിക്കും എളുപ്പത്തിന് എന്താ ക്ലീൻ ആയിട്ട് കിട്ടിയില്ലൊക്കെ. ഇതിപ്പോൾ ചിക്കന് എന്താ ഒരു പീസ് പോലും ഇറച്ചിയിൽ എല്ലിൽ കാണില്ലാണ്ടല്ലേ കംപ്ലീറ്റ്. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പീസ് എടുത്തതാ ചോറിലോട്ടൊക്കെ മിക്സാക്കി. ഓ പൊളി, ഒന്നും പറയാനില്ല. ചെറിയൊരു എരിവ് ചെറുതായിട്ട് ഒരു കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ആ ഒരു കിക്ക് കിട്ടുന്നുണ്ട്. ഒരു പിന്നെ ഈ റൈസിൻ്റെ ഒരു ഫ്ലേവറും അത് രണ്ടും കൂടി മിക്സാക്കി വരുമ്പോൾ വേറെ തന്നെ ഒരു യുണീക്ക് ടേസ്റ്റ് തന്നെ ഇട്ടാണ്ട്. ഇതാണ് മന്തി ചിക്കൻ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചിക്കൻ കുക്ക് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ രീതിയാണ്. ഗോൾഡൻ റെഡിഷ് കളറിൽ. മന്തിയുടെ കൂടെയുള്ള താക്കോസ് അതോ നമ്മുടെ ടൊമാറ്റോ ചട്നി, അതിൻ്റെ കൺസിസ്റ്റൻസി കിടിലനാണ്. മൊത്തത്തിൽ പണി അറിയാവുന്നവൻ ഉണ്ടാക്കിയത് പോലെ തന്നെയുണ്ട്. കൊള്ളാം, പൊളി സാധനം, സൂപ്പർ. ഫൈനലി സുലൈമാനി. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഇതുകൂടെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഒന്നും പറയാനില്ല. വന്ന് സ്വയം അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. നമ്മൾ ഫുഡ് കംപ്ലീറ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഒരു ഗിവ് അവേ ആണ്. 100 റിയാലിൻ്റെ 2 ഗിഫ്റ്റ് വോച്ചേഴ്സാണ് 2 വിജയിക്ക് കിട്ടുന്നത്. ഒന്നാമത്തത് യൂട്യൂബിൽ നിന്നാണ്. അത് ചെയ്യേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാൾക്ക് നമ്മൾ 100 റിയാലിൻ്റെ ഒരു ഗിഫ്റ്റ് വോച്ചർ തരും. അതേപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും maraahib.qa എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ പോയി പോവുക, അതിൽ ഫോളോ ചെയ്യുക. അതിനുശേഷം അതിൽ കാണുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, ഗിവ് അവേ പോസ്റ്റ്. ആ പോസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ടാഗ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിവ് അവേയിൽ എൻ്റർ ചെയ്യാൻ പറ്റും. അവിടെയും ഒരാൾക്കാണ്
ഒരാളാണ് വിന്നറായി നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. 200 റിയാലിൻ്റെ 20 വൗച്ചർ